സംസ്ഥാനത്ത് ഇന്നും പവർ കട്ട് തുടരും. വൈകിട്ട് പീക്ക് സമയത്താകും വൈദ്യുതി നിയന്ത്രണമെന്ന് KEC അറിയിച്ചു. എന്നാൽ എത്ര സമയം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നതിൽ വ്യക്തതയില്ല. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, സംസ്ഥാനത്ത് ഇന്നും പവർ കട്ട് തുടരുമെന്നാണ് KEC അറിയിച്ചിട്ടുള്ളത്. ഈ പീക്ക് സമയത്തായിരിക്കും, അതായത് വൈകിട്ട് 7 മുതൽ രാത്രി 12:30 വരെയുള്ള സമയങ്ങൾ ഇടയ്ക്കായിരിക്കും ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, ഏതായാലും സംസ്ഥാനത്ത് പവർ കട്ട് തുടരുന്നു എന്നുള്ളതാണ്. 2 ദിവസം പവർ കട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് വീണ്ടും പവർ കട്ട് ഏർപ്പെടുത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് KEC അറിയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും KEC ഒരു വ്യക്തത വരുത്താൻ തയ്യാറല്ല. അതായത് എപ്പോഴായിരിക്കും, എത്ര സമയം വീതമായിരിക്കും ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും KECBക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ പവർ കട്ട് അരമണിക്കൂർ മാത്രമാണ് സംസ്ഥാനത്ത് എപ്പോഴെങ്കിലും അതായത് കഴിഞ്ഞ 10 വർഷത്തിന് മുൻപുണ്ടായിരുന്നപ്പോഴും ഈ അരമണിക്കൂർ വീതം ആയിരുന്നു പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അരമണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറായി നീളുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. അതും വിവിധ ഘട്ടങ്ങളിലായി അരമണിക്കൂർ വീതം ഏകദേശം 1.5 മണിക്കൂറോളം വൈദ്യുതി നിയന്ത്രിക്കുന്ന ഒരു നടപടിയാണ് KEC സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും വൈകുന്നേരത്തെ പീക്ക് സമയത്ത്, വൈകുന്നേരം 7 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയങ്ങളിലാണ് ഈ രീതിയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഇന്നും അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പവർ കട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ എത്ര സമയമായിരിക്കും ഈ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാക്കാൻ KEC തയ്യാറാകാത്തത്. അതിനൊപ്പം തന്നെ ഇത് എത്ര നാൾ തുടരേണ്ടി വരും എന്നതിലും KECBക്കോ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കോ ഒരു തരത്തിലുള്ള ഉറപ്പും ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ജനങ്ങളെ ആകെ ഇരുട്ടിലാക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനവും. അവന്തിക.